നമുക്ക് അതിഥിയുടെ വിശേഷങ്ങൾ നോക്കാം. വ്യത്യസ്തയായ ഒരു സംരംഭകയാണ് ഇന്ന് മോർണിംഗ് ഷോയിൽ അതിഥിയായി എത്തുന്നത്. സ്നേഹകേന്ദ്രം എന്ന ഓൺലൈൻ കൂട്ടായ്മയിലൂടെ സ്ത്രീകൾക്കായി ലോക വിപണി തുറന്നിട്ടിരിക്കുകയാണ് ഗായത്രി നിർമ്മല. അവരുടെ വിശേഷങ്ങളിലേക്ക്. സമൂഹത്തിൽ സ്ത്രീകളെ സ്വയം പര്യാപ്തയാക്കുക എന്ന ലക്ഷ്യവുമായി വേറിട്ട കാര്യങ്ങൾ ചെയ്യുന്ന നിർമ്മല ഗായത്രിയാണ് ഇന്ന് മോർണിംഗ് ഷോയിൽ നമ്മോടൊപ്പം അതിഥിയായിട്ടുള്ളത്. സ്വാഗതം മോർണിംഗ് ഷോയിലേക്ക്. നിർമ്മല എന്നതാണ് യഥാർത്ഥ പേര്, പക്ഷേ ഗായത്രി എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. എന്തൊക്കെ വ്യത്യസ്തമായ മാർഗങ്ങളാണ് സ്ത്രീകളെ സമൂഹത്തിൻ്റെ മുഖ്യധാരയിലേക്ക് എത്തിക്കാൻ വേണ്ടി ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് സ്നേഹകേന്ദ്രം എന്ന് പറയുന്ന ഒരു സ്ത്രീ കൂട്ടായ്മയാണ്. അത് തുടങ്ങി അതിലേക്ക് എത്താൻ എന്നെ പ്രേരിപ്പിച്ച ഘടകങ്ങൾ എന്താ പറയുക, ഞാൻ വന്ന വഴിയിലൂടെ ഉണ്ടായിരുന്ന എൻ്റെ അനുഭവങ്ങളാണ്. അതൊരുപാട് സ്ത്രീകളുമായിട്ട് ഇടപഴകാനും അവരുമായിട്ട് അവരുടെ പ്രശ്നങ്ങൾ അറിയാനും അത് എങ്ങനെ പരിഹരിക്കണമെന്ന് പോലും അറിയാത്ത അവസ്ഥയിൽ നിൽക്കുന്ന സ്ത്രീകളെ ഇപ്പോൾ ഞാൻ കാണുന്നുണ്ട്. അപ്പോൾ അതെല്ലാം എനിക്ക് അവരെ വേണ്ട രീതിയിൽ അവരെ പറഞ്ഞ് മനസ്സിലാക്കാൻ അല്ലെങ്കിൽ അവർക്ക് സപ്പോർട്ട് കൊടുക്കാൻ കഴിയുന്നത് എനിക്ക് തന്നെ നേരിടേണ്ടി വന്ന പല അനുഭവങ്ങളുമാണ്. അപ്പം ഞാൻ വന്ന വഴിയിൽ എനിക്ക് ഓരോ അനുഭവങ്ങളുണ്ടായിരുന്നപ്പോൾ ഞാൻ തേടിയ മാർഗങ്ങൾ, സ്വീകരിച്ച മാർഗങ്ങളായിരിക്കാം എനിക്ക് അതിനെ പ്രാപ്തയാക്കിയത്. അമ്മയില്ലാതെ ഒരു അച്ഛൻ്റെ കുട്ടി എന്നുള്ള രീതിയിൽ ബന്ധുവീടുകളിലൊക്കെ വളരേണ്ടി വന്നപ്പോൾ പല അനുഭവങ്ങൾ ആ കാലഘട്ടത്തിൽ എനിക്ക് അവിടെ നിന്ന് വന്നിട്ടുണ്ട്. പിന്നെ എന്നെ അച്ഛൻ വളർത്തിയത് സ്ത്രീയാണ് അല്ലെങ്കിൽ അവൾ വേറെയാണെന്നുള്ള രീതിയിലല്ല, ഒരു ആൺകുട്ടികളെ പോലെ തന്നെ ഫുൾ സ്വാതന്ത്ര്യം കൊടുത്ത് തന്നെ വളർത്തിയത്. അപ്പോൾ അതെന്ന് പറഞ്ഞാൽ കുട്ടിക്കാലത്തൊരു പെൺകുട്ടി അതേ ചെയ്യാൻ പാടുള്ളൂ അല്ലെങ്കിൽ ആൺകുട്ടി ഇതാ ചെയ്യാം, അങ്ങനെ ഒരു വേർതിരിവുണ്ടായില്ല. എവിടെ എന്ത് പോകുമ്പോഴും അച്ഛൻ പറയുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അച്ഛൻ പറയും, പോയി നോക്കുക, ശ്രദ്ധിച്ച് പോവുക, എന്തെങ്കിലും പരാതിയായിട്ട് ഇങ്ങോട്ട് വരരുത് എന്നാ പറഞ്ഞിരിക്കുന്നത്. അപ്പം ഞാൻ പോകുന്ന വഴിയിൽ തന്നെ ഞാൻ ശ്രദ്ധിക്കും. എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് രണ്ടാമത്തെ ഒരു കാര്യം ചോദിച്ച് അച്ഛൻ്റെ അടുത്ത് ചെല്ലാൻ പറ്റില്ലല്ലോ എന്നുള്ള വേറെ പരാതി പറയാനോ സപ്പോർട്ട് ചെയ്യാനോ നമുക്ക് വേറെ ആരുമില്ല. അങ്ങനെ വന്നപ്പോൾ ആ ഒരു ഇതിൽ നിന്ന് തന്നെ നമ്മൾ സ്വയം തന്നെ പല കാര്യങ്ങളും എടുത്തിറങ്ങി ചെയ്യാനായിട്ടുള്ള ധൈര്യം എനിക്കുണ്ട്. ഞാൻ ഇന്ന് കാണുന്ന സ്ത്രീകളിൽ വരുന്നൊരു വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് അങ്ങനെ സപ്പോർട്ടില്ല. അപ്പോൾ വീട്ടിൽ പോലും അവർക്ക് പല ആശയങ്ങളുണ്ട്, കഴിവുകളുണ്ട്, അവർക്ക് പലതും ചെയ്യണം അല്ലെങ്കിൽ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടാവും. പക്ഷെ ഒരു വാക്കുകൊണ്ട് പോലും ഒരു സപ്പോർട്ടും വീട്ടിൽ നിന്ന് ഇപ്പോൾ പല വീട്ടിലും കാണുന്നത് അച്ഛൻ വളർന്നു വരുന്ന സമയത്തുള്ള അച്ഛനാണെങ്കിലും പെൺകുട്ടിയാണ് എന്ന് പറഞ്ഞ് അവിടെ സ്റ്റോപ്പ് ചെയ്യും. അമ്മയാണെങ്കിലും പെൺകുട്ടിയാണ്, ആ പെൺകുട്ടിയാണ് എന്നുള്ളതിൽ അതോടെ ഫുൾ സ്റ്റോപ്പാണ്. അപ്പോൾ പിന്നെ അവർക്ക് ഓട്ടോമാറ്റിക്കായിട്ട് ഉള്ളിൽ നിന്നൊരു പേടി വരികയാണ്. ആ പേടി വരുമ്പോൾ എന്ന് പറഞ്ഞാൽ പിന്നെ ചെയ്യണോ, ഞാൻ ചെയ്താൽ ശരിയാവുമോ എന്നുള്ളൊരു ഇത് വന്നു കഴിഞ്ഞാൽ പിന്നെ അവർക്ക് മുന്നോട്ടത് ചെയ്യാൻ പറ്റുന്നില്ല. അങ്ങനെ വരുമ്പോൾ അവർ ചെയ്യുന്ന വെച്ചാൽ പിന്നെ വേണ്ട, അവർ സ്വയം ഒതുങ്ങും, സ്വമേധയെ അവർ ഒതുങ്ങിക്കൊണ്ടിരിക്കും. എന്താണെന്ന് വെച്ചാൽ ഞാൻ ചെയ്താൽ ശരിയാവുമോ, ആത്മവിശ്വാസം അവിടെ ഫുൾ സ്റ്റോപ്പായി. അത് കഴിഞ്ഞ് വിവാഹം കഴിഞ്ഞാലും ചിലർക്കൊക്കെ സപ്പോർട്ട് കിട്ടി നല്ല രീതിയിൽ എത്തുന്നുണ്ട്. എന്നാലും അവരുടെ ഉള്ളിൽ ഇത് നിൽക്കുന്നത് കൊണ്ട് ഒരു ഹസ്ബൻഡിനോടായാലും മക്കളോടായാലും അവരുടെ ഉള്ളിലെ ആശയങ്ങൾ അല്ലെങ്കിൽ അഭിപ്രായങ്ങൾ ഷെയർ ചെയ്യുമ്പോൾ അവരൊരു പടി പുറകിലാണ് നിൽക്കുക. ആ പുറകിൽ നിൽക്കുന്നത് ഇവർ വിചാരിക്കും ഇവരുടെ അടുത്തുള്ള ബഹുമാനം കൊണ്ടാണെന്ന്. അത് ആ ബഹുമാനം കൊണ്ടല്ല, അവർ ചെയ്താൽ അല്ലെങ്കിൽ പറഞ്ഞാൽ അവതരിപ്പിച്ചാൽ വീണ്ടും അങ്ങനെ ഉണ്ടാവുമോ എന്നുള്ള ഒരിത് വരുമ്പോൾ നിൽക്കുക. അപ്പോൾ അവർക്ക് എന്തായി, ശരിക്കും പറഞ്ഞാൽ ഞാൻ ഈ സ്നേഹകേന്ദ്രം കൂട്ടായ്മ എന്ന് പറഞ്ഞു വന്നപ്പോൾ ഏറ്റവും കൂടുതൽ ഷെയർ ചെയ്തത് ഞങ്ങൾക്ക് ഞങ്ങളുടെ ഇഷ്ടങ്ങൾ, ആവശ്യങ്ങൾ അല്ലെങ്കിൽ ഞങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യണം എന്നുള്ള കഴിവുകൾ ഒന്ന് തുറന്നു പറയാനെങ്കിലും ഒരാൾ ഞങ്ങളുടെ മുമ്പിൽ വന്നല്ലോ എന്നുള്ളതാണ് ഇന്നിപ്പോൾ ഞാൻ സ്നേഹകേന്ദ്രം എന്ന് പറഞ്ഞ ആ ഒരു കൂട്ടായ്മയിൽ ഏറ്റവും കൂടുതൽ അറിയുന്നത്. മാത്രമല്ല അതെനിക്ക് ഒരുപാട് സന്തോഷം തരുന്നുണ്ട്. കാരണം അങ്ങനെ ഒരു വേദി, അങ്ങനെ ഒരു പ്ലാറ്റ്ഫോം ഉണ്ടാക്കുക, അത് സമൂഹത്തിൽ സ്ത്രീകളോടുള്ള കാഴ്ചപ്പാടുകൾ അങ്ങനെയല്ല എന്ന് കാണിച്ചു കൊടുക്കാനുള്ള ഒരു പ്ലാറ്റ്ഫോം. അങ്ങനെയല്ല, അവർ ഒരുപാട് കഴിവുള്ളവരാണ്. അവർ വരയ്ക്കുന്ന പെയിൻറ്റിങ് ആവട്ടെ, അപ്പോൾ ആ പെയിൻറ്റിങ് വരയ്ക്കുന്ന അതിനൊരു ഗുഡ് അല്ലെങ്കിൽ നല്ലത്, കൊള്ളാം എന്ന് പറയുന്ന ഒരു മനോഭാവം ഇത് വീട്ടിലുണ്ടായി തന്നെ അവർക്ക് ഒരുപാട് പിന്നെയും മെച്ചപ്പെടും. അതിന് നിനക്ക് വേറെ പണിയില്ലേ എന്ന് ചോദിക്കുന്ന മക്കൾ, അമ്മയ്ക്ക് വേറെ പണിയില്ലേ, അമ്മ ചെയ്തില്ലെങ്കിൽ ഇപ്പോൾ അമ്മ ഇപ്പോൾ ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇത്ര വലിയൊരാളാവാൻ പോകുന്നു എന്നുള്ള ആ ഒരു കമൻറ്റുകൾ പോലും പല അമ്മമാരെയും വേദനിപ്പിക്കുന്നുണ്ട്. ഞാൻ പറയുന്നത് കേൾക്കുമ്പോൾ മക്കളായാലും പാരൻറ്റ് മറ്റുള്ളവർ ചിന്തിക്കേണ്ടത് അവർ ചെയ്യുന്ന കഴിവുകളിൽ അവർ ചെറിയ പ്രോത്സാഹനം മതി. അവർ വീണ്ടും ടൈം കണ്ടെത്തിയിട്ട് പരാതിയില്ലാതെ ചെയ്യും. ഈ പരാതിയില്ലാതെ ചെയ്യുമെന്ന് പറയുമ്പോൾ എന്താ വെച്ചാൽ അവർക്കുള്ളിൽ അവർക്കത് സപ്പോർട്ട് ഉണ്ട് എന്നുള്ള ഉള്ളിലൊരു തോന്നൽ വരുമ്പോൾ തന്നെ വേറെ അത് പുറത്തൊരാളോട് പറയാനും ഈ ഇഷ്ടമുണ്ടാവും. ഇതിപ്പോൾ എന്ന് പറഞ്ഞാൽ ഞാനിപ്പോൾ അവരെ പല കാര്യങ്ങൾക്ക് വിളിക്കുമ്പോഴും
ഞാൻ ചെയ്താൽ ശരിയാവോ? അപ്പോൾ ഞാൻ പറഞ്ഞു നിങ്ങൾ ചെയ്താൽ ശരിയാവും, നിങ്ങൾക്ക് പറ്റുന്നുണ്ട് എന്ന് പറയുമ്പോൾ പിന്നെ അവർ വീഡിയോ ആയിട്ട് ഓഡിയോ ഒക്കെ ആയിട്ട് അവർ അയച്ചു തരുമ്പോൾ ഞാൻ തന്നെ ഞെട്ടിപ്പോയിട്ടുണ്ട്. ഇത്രയും കഴിവുള്ളവർ അല്ലെങ്കിൽ ഇതുപോലെയുള്ള സ്ത്രീകൾ എന്തുകൊണ്ടാണ് വരാത്തതെന്ന്. അതുപോലെ തൊഴിൽ രംഗത്ത് സ്ത്രീകളെന്ന് പറഞ്ഞാൽ രാവിലെ അവർ എന്ത് വലിയ ചെറിയ തൊഴിലാണെങ്കിലും വലിയ തൊഴിലാണെങ്കിലും നല്ല രീതിയിൽ ആത്മാർത്ഥമായിട്ട് ചെയ്യും. അപ്പം നമ്മുടെ നാട്ടിലെ സ്ത്രീകൾക്ക് പറ്റുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ജോലിക്ക് പോകുമ്പോൾ വരുന്ന ആ ടൈമിൽ വീട്ടിലെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ചെറിയ കുട്ടികളുള്ളവരുണ്ടാകും, പേരൻസിന് സുഖമില്ലാത്തവരുണ്ട്. അപ്പോൾ അവർക്കൊക്കെ എന്ന് വെച്ചാൽ ഭയങ്കര സ്ട്രെയിനാണ്. ആ പോകുന്ന സമയത്ത് അത് കഴിഞ്ഞിട്ട് വീട്ടിലെത്തിക്കഴിഞ്ഞപ്പോൾ അവർക്കൊരു സപ്പോർട്ടല്ല അവിടെ വരിക. അപ്പോൾ ഒരു കണക്കിൻ്റെ ബേസിൽ ഒരു സ്ത്രീനെ കണക്കുകളുടെ കൂട്ടത്തിൽ പെടുത്തുമ്പോഴും നീ ചെയ്തിട്ട് വേണോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ആ ഒരു തരം താഴ്ത്തൽ. അപ്പോൾ തരം താഴ്ത്തുമ്പോൾ പിന്നെ അതൊക്കെ അവർക്കൊരു ഒരു മാനസിക സമ്മർദ്ദം തന്നെയാണ് സ്ത്രീകളുടെ ഇടയിലൂടെ പോകുമ്പോൾ കാണുന്നത്. പിന്നെ മറ്റെന്തൊക്കെ രീതിയിലാണ് ഇതിൻ്റെ പ്രവർത്തനങ്ങൾ, ഇത്തരത്തിലൊരു കൂട്ടായ്മയുടെ പ്രവർത്തനങ്ങൾ എങ്ങനെ? കൂട്ടായ്മയുടെ പ്രവർത്തനങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കഴിവില്ലാതെ നിൽക്കുന്ന, സ്വന്തമായിട്ടൊന്നും എനിക്ക് ഒന്നും ചെയ്യാൻ കഴിവില്ല പക്ഷെ എനിക്കൊരു ജോലിയാണ് വേണ്ടതെന്ന് പറഞ്ഞ് നിൽക്കുന്നവരെ നമ്മൾ ഏത് ഗ്രൂപ്പിലാണ്, ആരാണ് ഏത് തൊഴിലാണ് ചെയ്യുന്നത്, അതിലേതിലേക്കാണ് അവരെ ഇൻവോൾവ് ആക്കാൻ പറ്റുക. ഇപ്പോൾ കുക്കിംഗ് രംഗത്ത് കുറേ സ്ത്രീകൾ വന്നിട്ടുണ്ട്. കുക്കിംഗ് രംഗത്ത് വന്ന സ്ത്രീകളെന്ന് പറഞ്ഞാൽ നല്ല ടാലൻറ്റഡ് കുക്ക് ചെയ്യുന്ന, അതും അവർ കുക്ക് ചെയ്യണതിന് കൂടുതലൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒരു കെമിക്കലൊന്നും ചേർക്കാത്ത നല്ല നാടൻ ശുദ്ധമായ ഭക്ഷണം നമ്മൾ വീട്ടുകാർക്ക് ഉണ്ടാക്കി കൊടുക്കുന്ന പോലെ തന്നെയുള്ള നല്ല തരത്തിലുള്ള ഫുഡാണ് എപ്പോഴും അമ്മമാർ തയ്യാറാക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ഫുഡ് ചെയ്യാനായിട്ട് അതിന് വരുന്ന കുറച്ച് എന്താ പറയുക സാമ്പത്തികമായിട്ടായാലും കൂടുതൽ ആക്റ്റീവായിട്ട് നിൽക്കാൻ കുറച്ച് സ്ത്രീകളുണ്ടായിരിക്കും. പക്ഷെ അവരെ ഒന്നിനും പറ്റാതെ എന്തെങ്കിലും ജോലി മതിയെന്ന് നിൽക്കുന്നവരെ അവർക്ക് ഹെൽപ്പേഴ്സായിട്ട് അതിലേക്ക് കണക്ട് ചെയ്ത് കൊടുത്ത് നമ്മളിവിടെ നിന്നുകൊണ്ട് അവർക്ക് വേണ്ട ലീഡിങ് കാര്യങ്ങൾ ഇന്നത് അവിടെ ചെയ്യണില്ലെങ്കിൽ ഇന്നടുത്ത് ഓർഡറുകൾ വന്നാൽ പോലും നമ്മൾ അവരിലേക്ക് എത്തിച്ചു കൊടുക്കുമ്പോൾ അത് അവർ കറക്റ്റായിട്ട് അത് ഗ്രൂപ്പായിട്ട് ചെയ്യും. അവിടെ ഒരു തൊഴിലാളി മുതലല്ല അവരൊന്നിച്ചാണ് ചെയ്യുന്നത്. പക്ഷെ ഒരാളായിരിക്കാം കോർഡിനേറ്റ് ചെയ്യുന്നില്ല, അവിടെ അത് വരില്ല. കാരണം ജോലി വേണ്ട ആൾക്ക് ജോലി വേണം എന്നുള്ളൊരിതുണ്ട്, മറ്റവർക്ക് എനിക്ക് അവർ നിന്നാലേ ഇത് നടത്താൻ പറ്റുള്ളൂ എന്നുള്ള അവിടെയുണ്ട് ആ ഒരു ഇതുണ്ട്. അത് അങ്ങനെയാകുമ്പോൾ അത് യോജിച്ച് പോകുന്നുണ്ട്. ഇപ്പോൾ തയ്യൽ മേഖലയിലായാലും ഇപ്പോൾ ഞാൻ അടുത്ത ദിവസം തന്നെ തയ്യലിൻ്റെ ഒരു സെക്ഷൻ സ്റ്റാർട്ട് ചെയ്യണം. അവിടെയാണെങ്കിലും ഫണ്ട് ഇറക്കിയിട്ട് ടൈലറിങ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു പറ്റം സ്ത്രീകളുണ്ട്. അപ്പോൾ അവരെ എവിടെയെങ്കിലും തൊഴിൽ കിട്ടിയാൽ മതിയെന്ന് നടക്കുന്ന കുറേ സ്ത്രീകളുണ്ട്. അതിൻ്റെയും താഴെ ഇവർക്ക് പഠിച്ചത് പോരാ, കുറച്ചുകൂടെ എൻ്റെ കഴിവ് ഡെവലപ്പ് ചെയ്യണം എന്ന് പറഞ്ഞ് നിൽക്കുന്നവരുണ്ട്. അപ്പോൾ അങ്ങനെ വരുന്ന ഈ 3 കൂട്ടരെയും കൂടെ ഒരുമിച്ചാക്കിയിട്ട് ഒരു ഇതിലാക്കുമ്പോൾ വരുന്നത് എന്താണെന്ന് വെച്ചാൽ പൈസ ഇറക്കാനുള്ളവർക്കും അവരുടെ കയ്യിലുള്ള പൈസ കൊണ്ട് അവർക്ക് സ്വന്തമായിട്ടൊരു അഡ്വാൻസ് കൊടുത്ത് സ്ഥാപനം എല്ലാം ഇട്ട് വരുമ്പോൾ അതിൻ്റെ മാർക്കറ്റിംഗ് അവർക്ക് വലിയ പ്രശ്നമാണ്. അപ്പോൾ ആ പ്രശ്നം വരുമ്പോൾ ഇവരൊരു കൂട്ടായ്മയെ കൂടി വരുമ്പോൾ മാർക്കറ്റിംഗ് കാര്യങ്ങൾക്കും മറ്റുള്ള കാര്യങ്ങൾക്കും നമുക്ക് അവരെ സപ്പോർട്ട് ചെയ്യാൻ പറ്റും. നമുക്കൊരു വ്യക്തിയെ സപ്പോർട്ട് ചെയ്യാൻ ഒരുപാട് ബുദ്ധിമുട്ടുണ്ട്. പക്ഷെ ഒരു കൂട്ടത്തിന് ഒരുമിച്ച് സപ്പോർട്ട് ചെയ്യുമ്പോൾ 1-2 പേര് അതിലൊരു മാർക്കറ്റിംഗ് സെക്ഷനിലേക്ക് വെക്കുക, അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ അത് ഓൾറെഡി നമ്മൾ പലയിടത്തും നമുക്കും നമ്മളുടെ അറിവിൻ്റെ പരമാവധി വെച്ച് പല ബന്ധങ്ങൾ വെച്ചിട്ട് അവർക്കതിലേക്ക് ആ ഒരു ചട്ടക്കൂട്ടിലേക്ക് കയറ്റി വിടുമ്പോൾ മാർക്കറ്റിംഗ് നടക്കും. ഈ ഒരു കൂട്ടായ്മയിലൂടെ വ്യത്യസ്ത കഴിവുകളുള്ള സ്ത്രീകളെ ഒരുമിപ്പിച്ചുകൊണ്ട് എന്തെങ്കിലും തരത്തിൽ എക്സിബിഷനുകളോ അങ്ങനെ എന്തെങ്കിലും സംഘടിപ്പിച്ചിട്ടുണ്ട്? ഇപ്പം അതാണ് ആദ്യം ചെയ്യുന്നത്. കാരണം എക്സിബിഷൻ എന്ന് പറഞ്ഞ പ്ലാറ്റ്ഫോമിലേക്ക് വരുമ്പോഴാണ് വ്യക്തിപരമായിട്ട് അവരൊരു കാഴ്ചപ്പാടും കഴിവും ഒരാളെങ്ങനെയാണ് മറ്റുള്ളവരോട് പെരുമാറുന്നത് അല്ലെങ്കിൽ മാർക്കറ്റിംഗ് രംഗത്ത് എങ്ങനെയാണ് അവരുടെ കാഴ്ച അല്ലെങ്കിൽ അവരുടെ കഴിവ് എല്ലാം ഒരു പ്ലാറ്റ്ഫോമിലെത്തുമ്പോൾ പലതരത്തിലുള്ള സ്ത്രീകളുടെ എന്താ പറയുക ഫുൾ നല്ല രീതിയിലുള്ളതല്ലാത്തതും മോശമായതും എല്ലാം വരും. അവർക്കപ്പോൾ ഓപ്പണായിട്ട് ചെറിയ എക്സിബിഷൻ ആകുമ്പോൾ ഒരു ധൈര്യപൂർവ്വം കൊണ്ടുവരും. അധികം ആളൊന്നുമില്ല, നമ്മൾ മാത്രം നമ്മുടെ കൂട്ടായ്മയിലുള്ളവർ മാത്രമാണല്ലോ വരുന്നത്. അങ്ങനെ കൊണ്ടുവരുമ്പോൾ പലതും അവർ തന്നെ കണ്ട് മനസ്സിലാക്കും, ഞാനിത് പോരാ, എനിക്ക് കുറച്ചും കൂടെ നന്നാവണം, എൻ്റെ കുറവുകൾ ഇതാണ് എന്ന് സ്വയം വിലയിരുത്താൻ അവർക്ക് പറ്റും. അതോടൊപ്പം നമ്മളും കൂടെ അവർക്ക് അതും കൂടെ ഡെവലപ്പ് ചെയ്യും. നമുക്കും അറിയാൻ പറ്റും, നമുക്ക് വ്യക്തിനെ അറിയാം, അവരുടെ പ്രൊഡക്റ്റ് അറിയാം, പ്രൊഡക്റ്റിന് എത്ര ക്വാളിറ്റി ഉണ്ട് എന്നുള്ളതും നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അച്ഛനാണ് എല്ലാ തരത്തിലുള്ള പ്രചോദനം എന്ന് പറഞ്ഞത്. പക്ഷേ ഒരിടക്ക് കണ്ടത് അച്ഛൻ്റെ മകൾ കണ്ടെത്തി എന്നുള്ള രീതിയിലൊരു വാർത്തയൊക്കെ കണ്ടു. നിർമ്മല അച്ഛനെ കണ്ടെത്തി എന്നുള്ളത് എന്താണ് അങ്ങനെ ഒരു വാർത്തയ്ക്ക് പിന്നെ? അത് അച്ഛൻ ചില കുടുംബ പ്രശ്നങ്ങളാൽ, അത് അറിയാലോ പഴയ കാലത്തുള്ള കാരണവന്മാർക്ക് ചെറിയ വിഷയങ്ങളുണ്ടാകുമ്പോൾ വീട്ടിൽ നിന്നൊന്ന് തെറ്റി നിൽക്കുക എന്നുള്ള വിഷയങ്ങൾ വരും. ആ രീതിയിൽ അച്ഛനും അന്നും മുഖ്യമന്ത്രിയുടെ സുതാര്യ കേരളം എന്ന പ്രോഗ്രാമിലൂടെയാണ് ഞാൻ നേരിട്ട് പോയിട്ട് അപേക്ഷയൊക്കെ കൊടുത്ത് അവിടെ നിന്ന് ഒരു 15-20 ദിവസം കൊണ്ട് ഞാൻ ആ പറഞ്ഞ ഏരിയയിൽ തന്നെ അച്ഛനുണ്ടായെങ്കിലും അവിടെ നിന്ന് തന്നെ കണ്ടെത്തി. അപ്പോൾ അതും പറഞ്ഞാൽ നമുക്കറിയാതെ കിടക്കുന്ന കുറേ നിയമങ്ങളുണ്ട്.
ഇന്ന് പലർക്കും എന്താണ് നിയമം, ഈ നിയമങ്ങൾ അറിയിക്കാനായിട്ട് അല്ലെങ്കിൽ ജനങ്ങൾ ഒരു പുതിയ നിയമം വരുമ്പോൾ ആ നിയമം ഇന്നതുപോലൊരു നിയമം വന്നിട്ടുണ്ടെന്ന് ജനങ്ങളിലേക്ക് ഒരു അവയർനെസ് കൊടുക്കാനായിട്ട് ആർക്കും പറ്റുന്നില്ല. അതിനൊരു കുറവുണ്ട് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയത്. നമുക്കൊക്കെ ബന്ധങ്ങൾ വെച്ച് അങ്ങനത്തെ അറിവുകൾ കണ്ടെത്താൻ പറ്റുന്നതുകൊണ്ട് പലതും ചെയ്യാൻ പറ്റുന്നുണ്ട്. പക്ഷെ ചില വാർത്ത കാണുമ്പോൾ ഞാൻ ചിന്തിക്കാറുണ്ട്, അയ്യോ അത് അവരൊന്ന് മുമ്പ് ഞാൻ അറിഞ്ഞിരുന്നെങ്കിൽ അവർക്കത് പറഞ്ഞു കൊടുക്കാമായിരുന്നല്ലോ എന്ന്. അപ്പോൾ എപ്പോഴും വേണ്ടതൊരു നിയമ സംഹിതകൾ കാര്യങ്ങളൊക്കെ വരുമ്പോൾ ഒരു ദിവസത്തിൽ ഒരു നിയമമെങ്കിലും അവയർനെസ് ജനങ്ങൾക്ക് കിട്ടണം എന്നുള്ളതാണ്. ഈ ഒരു കൂട്ടായ്മയ്ക്ക് അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ആശയം രൂപീകരിക്കുമ്പോൾ മറ്റേതെങ്കിലും രീതിയിലുള്ള സഹായങ്ങൾ എന്തെങ്കിലും വ്യക്തിപരമായിട്ടോ അല്ലെങ്കിൽ സാമ്പത്തികമായിട്ടോ അത്തരത്തിൽ എങ്ങനെയാണ്? ഈ നിമിഷം വരെ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് എനിക്ക് അങ്ങനെ വ്യക്തിപരമായിട്ട് സഹായങ്ങളെന്ന് പറയാമെന്നുള്ളത് എന്താ പറയുക, നമുക്ക് സപ്പോർട്ട് എന്നുള്ള രീതിയിൽ ഒരുപാട് പേരുണ്ട്. സാമ്പത്തിക സഹായം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഞാനിന്ന് വരെ ആരെടുത്തും അതിന് വേണ്ടിയിട്ട് ഇതാക്കിയിട്ടില്ല. ഇപ്പോൾ ഞാൻ അതിനുള്ള വെച്ചാൽ ഞാനിപ്പോൾ എൻ്റെ ഒരു വർക്കുണ്ട്, കാര്യങ്ങളുണ്ട്, അല്ലെങ്കിൽ നമ്മൾ അവിടെ നിന്ന് അഡ്ജസ്റ്റ് ചെയ്ത് പോകുന്നുള്ള രീതിയിലാണ് പോകുന്നത്. കാരണം നമുക്ക് ലക്ഷ്യമാണ് പ്രധാനം. ലക്ഷ്യം പ്രധാനമായിട്ട് മുന്നോട്ട് നിൽക്കുമ്പോൾ എനിക്ക് തോന്നുന്ന മാർഗ്ഗങ്ങളൊക്കെ നമ്മുടെ മുമ്പിലേക്ക് വരുന്നുണ്ട്. പിന്നെ അവർക്ക് ആവശ്യം വരുന്ന വിഷയങ്ങൾ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്നത് ഇപ്പോൾ എൻ്റെ ഒരു സാറാണ്, സെബാസ്റ്റ്യൻ പനക്കൽ എന്ന് പറഞ്ഞ സാറ്. അപ്പോൾ സാറിൻ്റെ അടുത്ത് ഞാൻ ഈ വിഷയം അവതരിപ്പിച്ചപ്പോൾ സെബാസ്റ്റ്യൻ സാർ എൻ്റെ അടുത്ത് 100% എനിക്ക് സപ്പോർട്ടായിട്ട് കൂടെ നിന്നു. കാരണം നമുക്കൊരു എഡ്യൂക്കേഷൻ ലെവലിലുള്ള പബ്ലിക്കിലേക്ക് ഇറങ്ങുമ്പോൾ വരുന്ന പല പ്രശ്നങ്ങളുണ്ട്. അതിലേക്ക് എല്ലാം സപ്പോർട്ടായിട്ട് സാറ് ഒപ്പം നിന്നു. പിന്നെ സ്ത്രീകളുടെ ഇടയിലേക്ക് ഇറങ്ങുമ്പോഴും വിദ്യാഭ്യാസം എന്നൊരു കഴിഞ്ഞതിന് ശേഷം അവർ പ്രാക്ടിക്കലായിട്ട് അവർ ഒന്നും പെടാതെ വീട്ടിലേക്ക് ഒതുങ്ങിക്കൂടിയവരാണ്. പെട്ടെന്ന് അവർ ഒതുങ്ങിക്കൂടിയ കാലഘട്ടത്തിലെ ഒരു എഡ്യൂക്കേഷനോ അല്ലെങ്കിൽ അവർ പഠിച്ച് നിർത്തിയെടുത്തല്ല ഇന്ന് സമൂഹം നിൽക്കുന്നത്. സമൂഹം ഒരുപാട് മാറി. അപ്പോൾ ആ മാറ്റങ്ങൾ ഉൾക്കൊള്ളാനും എല്ലാ രീതിയിലുള്ള കാര്യങ്ങൾ അവർക്ക് അവയർനെസ് കൊടുത്ത് മനസ്സിലാക്കി കൊണ്ടുവരാനും സെബാസ്റ്റ്യൻ സാറ് പൂർണ്ണമായിട്ട് ഇതിൻ്റെ കൂടെ സപ്പോർട്ടായിട്ട് നിൽക്കുന്നുണ്ട്. പിന്നെ എൻ്റെ 2-3 സുഹൃത്തുക്കൾ എനിക്ക് വരുന്ന കോളുകൾ അറ്റൻഡ് ചെയ്യുക, അതുപോലെ ഈ ബുദ്ധിമുട്ടിലുള്ള സ്ത്രീകളുടെ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ ഞാൻ അവരായിട്ട് ചർച്ച ചെയ്യുമ്പോൾ പറയും ഞങ്ങൾ ചെയ്യും. അപ്പോൾ അവരും അതിനെപ്പോലെ തന്നെ മെൻ്റലി സപ്പോർട്ട് കൊടുക്കാനുള്ള ഒരു സപ്പോർട്ടും അവരുടെ ഭാഗത്തു നിന്നുണ്ട്. പിന്നെ ഇനിയുള്ള കാര്യങ്ങളിലേക്കുള്ള സാമ്പത്തിക, കാരണം ഇതൊരു ചെറിയ രീതിയിലെന്ന് പറഞ്ഞിട്ടൊരു വലിയ പ്രൊജക്റ്റായിട്ട് മാറിയപ്പോൾ ഞാൻ എൻ്റെ സുഹൃത്തുക്കളായിട്ടുള്ള അതുപോലെയുള്ളവരായിട്ട് ഷെയർ ചെയ്തപ്പോൾ അവർ പറഞ്ഞു മുന്നോട്ട് ധൈര്യമായിട്ട് പോയിക്കോ, അതിനനുസരിച്ചുള്ള സപ്പോർട്ടുകൾ ഭാഗത്തുനിന്ന് നമുക്ക് ചെയ്യാം. അതിന് മുന്നോട്ട് വന്നിരിക്കുന്നത് സത്യം പറഞ്ഞാൽ ചില ബാങ്കിങ് മേഖലകൾ തന്നെ പറഞ്ഞു, നിങ്ങൾ മുന്നോട്ട് വരികയാണെങ്കിൽ നല്ല നല്ല സംഘടനകളായിട്ടുള്ള ഗ്രൂപ്പായിട്ടുള്ള സ്ത്രീകളുടെ കൂട്ടായ്മകൾക്ക് നമ്മൾ പലതരത്തിലുള്ള സഹായങ്ങളുണ്ട്. അതുപോലെ തന്നെ അവർക്ക് ഫിനാൻഷ്യൽ കാര്യങ്ങൾ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണം, എങ്ങനെ മാർക്കറ്റിംഗ് രംഗത്തേക്ക് ഇറങ്ങുമ്പോൾ ഉണ്ടാകുന്ന വിഷയങ്ങൾ, അതിനെക്കുറിച്ചൊക്കെ ക്ലാസ്സുകൾ, അവയർനെസ്, അതെല്ലാം സാമ്പത്തിക ലോണുകൾ പോലെയുള്ള സംഭവങ്ങൾ പോലും മുന്നോട്ട് ധൈര്യമായിട്ട് പോവുകയാണെങ്കിൽ ചെയ്തു തരാമെന്നുള്ള ഒരിത് വന്നപ്പോൾ ഇപ്പോൾ എനിക്ക് കൂടുതൽ ധൈര്യമുണ്ട്. സമൂഹത്തിൽ ഇനിയും ഒരുപാട് സപ്പോർട്ടുകൾ ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു. എന്താണെങ്കിലും നന്ദി, ഇത്രയും സമയം മോർണിംഗ് ഷോയിൽ ചെലവഴിച്ചതിന്.